ജോർജ് സോറോസ് ഫൗണ്ടേഷനുമായുള്ള ബന്ധത്തിൽ വെട്ടിലായി കോൺഗ്രസ്. ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നതിന് കോൺഗ്രസ് നേതൃത്വം രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഭാരതവിരുദ്ധ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യവസായ ഭീമൻ ജോർജ് സോറസുമായി ബന്ധമുണ്ടെന്ന റിപ്പോർട്ടുകളും തെളിവുകളും പുറത്തുവന്നതോടെ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. ബി.ജെ.പിയും ഒപ്പം ഇന്ത്യ മുന്നണിയിലെ തന്നെ ചില നേതാക്കളും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നേതാക്കൾ തയ്യാറായില്ല. ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ജോർജ് സോറസുമായുള്ള ബന്ധത്തിൽ കോൺഗ്രസ് രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഓരോന്നായി പുറത്തുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. OCC, RP और कांग्रेस नेतृत्व का तालमेल जब से सामने में आए हैं तो कांग्रेस पार्टी और उनके कुछ साथी बहुत बुरी तरह से तिलमिलाए हुए हैं, घबराए हुए हैं. हम चाहते हैं कि देश के सामने में कांग्रेस का नेतृत्व माफ़ी मांगना चाहिए. देश विरोधी ताकतों के साथ तालमेल करके काम करने का जो रिपोर्ट सामने में आए हैं उसको लेकर के पूरा देश बहुत गंभीर है. ജോർജ് സോറോസ് സാമ്പത്തികം നൽകുന്ന ഫോറം ഓഫ് ദ ഡെമോക്രാറ്റിക് ലീഡേഴ്സ് ഏഷ്യ പസഫിക് ഫൗണ്ടേഷനിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയ കോ പ്രസിഡന്റാണെന്ന റിപ്പോർട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. കൂടാതെ സോണിയ കോ പ്രസിഡന്റായ ഫൗണ്ടേഷൻ തുടർച്ചയായി ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി. പാകിസ്ഥാൻ അനുകൂല നിലപാട് സ്വീകരിക്കുകയും ജമ്മു കാശ്മീർ സ്വതന്ത്രമാക്കണമെന്ന പ്രചാരണം നടത്തുകയും ചെയ്തിരുന്നു. ജനം, ഡൽഹി.